ഗൈസ്, അപ്പോൾ നമ്മളിതേ പഴനിയെത്തിയിട്ടുണ്ട്. അമ്പലമാണ് കാണുന്നത്. നല്ല ലൈറ്റും സെറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അകലത്തേ കാണാൻ പറ്റി, വണ്ടിയിൽ ഇരുന്നിട്ടേ കാണാൻ പറ്റി. ഈ സമയത്ത് ഞങ്ങൾ എണീറ്റിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എത്തിയപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു അമ്പലത്തി നോക്കടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അടുത്തൊരു ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ അന്വേഷിക്കലായിരുന്നു കേട്ടോ. കാരണം എല്ലാ ഹോട്ടലിലും ഒരു ഹോട്ടലിൽ കയറി നോക്കിയപ്പോൾ അവിടെ ഫുള്ളായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞ് ഈ ഭാഗത്തെ ഹോട്ടലൊക്കെ ഫുള്ളാന്ന് പറഞ്ഞു. നമ്മളെ വണ്ടിയാണ് പോണത്. അപ്പോൾ നിഖിൽ ചേട്ടൻ ഇവിടെ ഇറങ്ങിയിട്ട് അന്വേഷിച്ചപ്പോൾ ഇതാ ഒരു ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട് അടുത്ത് തന്നെയായിട്ട്. അപ്പോൾ അവരിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടിയാണ് മുന്നിൽ പോണത്. അവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് അമ്പലം കാണാനായിട്ട്. ഞങ്ങളിപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങി നമ്മുടെ കൂടെയുള്ള ലഗേജൊക്കെ എടുക്കുകയാണ്. പിന്നെ കൊച്ചായന്മാരും അമ്മയന്മാരൊക്കെ ആയിട്ട് അവർ ലിഫ്റ്റിൽ കയറ്റിവിടാം കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലാണ്. നമ്മളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് 2 റൂം എടുത്തുള്ളൂ കേട്ടോ. അതായത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ടുള്ളത്. ആർക്കായാലും ഒന്ന് കയറി കുളിക്കാനും ഡ്രസ്സ് മാറാനും ആയിട്ട് നമ്മൾ 2 റൂമാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ അല്ലോസും പാറുക്കുട്ടിയും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവരങ്ങനെ തന്നെ നമ്മൾ ബെഡിലിട്ടു. അതിനൂസാണെങ്കിൽ അവരുടെ വലിയമാരൊക്കെ കെട്ടിപ്പിടിച്ച് ഞെരിങ്ങിയിരിക്കുന്നുണ്ട്. കാശിക്കുട്ടനും ഈ സമയത്ത് ചേട്ടൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നിട്ട് എണീറ്റിരിക്കുകയായിരുന്നു അവനും. പാലെടുത്ത് കൈ പിടിക്കുന്നു അല്ലേ? അപ്പം ഞങ്ങളുടെ ഒരു കണ്ടിട്ടുണ്ട്. ആദ്യം ഇവരെ കൊണ്ടുപോയിട്ട് തല മുട്ടടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. പറ്റില്ല. ചേച്ചി അവിടെ റെഡി ആയി വരുന്നുണ്ട്. ചേച്ചി ദാവണെ കുറിച്ച് സെറ്റാണ്. അപ്പൊ ഞങ്ങൾ പോവാൻ പോവാണ് ഗൈസ്. മുട്ടടിക്കാൻ വേണ്ടിട്ട് പോവാൻ പോവാണ്. പിന്നെ ഓ എന്താ ചേട്ടൻ്റെ അതെന്താ അങ്ങനെ കുളിക്കാത്ത? ഈ അടുത്ത സമയത്ത് കുളിച്ചിട്ടേ ഇല്ല. പക്ഷെ തണുപ്പുണ്ടായോ വെള്ളത്തിന്? ഒരു മിനിറ്റ് ഒന്നല്ല രണ്ടല്ല 3 പേരുണ്ടല്ലോ ഗൈസ്. അപ്പം നമ്മുടെ പിറകിൽ കൂടെ ഓരോരുത്തരായിട്ട് വരാട്ട്. അതാ അമ്മയന്മാരെത്തിയിട്ടുണ്ട്. നമ്മൾ വേഗം കുളിച്ചിട്ട് അച്ഛൻ പറഞ്ഞ ഭാഗം നിങ്ങൾ വായോ ആദ്യം ചെന്ന് ഉണ്ണികളുടെ തല മുട്ടടിക്കാൻ സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു. ഗീതോ നമുക്ക് ഓരോരുത്തരെ പഠിപ്പിച്ചാൽ വേണ്ടോ? പഠിച്ചാൽ പോരെ?
അപ്പോൾ അതേ നമ്മൾ തല മുട്ടിടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കുറേ അമ്മമാർ ഇരിക്കുന്നുണ്ട് പിള്ളേരെ തല പഠിക്കാൻ, പിള്ളേരെന്നല്ല വലിയവരുടെ തല പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഇരിക്കാൻ പോവാണ്. അതിന് മുന്നായിട്ട് നമ്മൾ ചീട്ടൊക്കെ എടുത്തിരുന്നു കേട്ടോ, ചീട്ട് എടുത്തിരുന്നു. പിന്നെ ഇവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചു നേരെ ചെന്ന് പഠിക്കലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ചീട്ട് എടുക്കണം, പിന്നെ ഇവർ ഫോട്ടോ എടുക്കണം ബിഫോർ തല പഠിക്കുന്നേക്കാളും മുന്നായിട്ട്. അപ്പം നമ്മൾ അല്ലൂസും അതേപോലെ തന്നെ കാശിക്കുട്ടനും ഉറങ്ങാണ്. ഈ തക്കം നോക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരുമിച്ചാണ് ഒരിക്കലും കാശിക്കുട്ടൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ അല്ലൂസും അതുപോലെ നിഖിൽ ചാടിന് ഇരുന്നിട്ടുണ്ട്. കാശി ഉറങ്ങായിരുന്നു. കാശി ഉറങ്ങണ സമയത്ത് നന്നായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ അവൻ എണീറ്റിട്ട് കുറച്ച് ലഹള തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലേഡ് നമ്മളാണെന്നുണ്ട് കൊണ്ടുപോയത്. പിന്നെന്താ, അപ്പം കാശി എണീറ്റപ്പോൾ ഭയങ്കര സീനായി, അവൻ സമ്മതിക്കാണ്ടായി. പിന്നെ എന്താ പറയുക, കരഞ്ഞ് എണീറ്റൊക്കെ നിൽക്കേണ്ടി വന്നു ലാസ്റ്റ്. അല്ലു കണ്ട ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. അവൻ ഉറങ്ങായിരുന്നു. ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റു അവൻ. എന്നിട്ട് അവൻ മിണ്ടാണ്ട് കിടന്ന് തന്നു ഞങ്ങൾക്ക്. ഞാൻ വിചാരിച്ചു എത്തിയിരുന്നു, കാരണം ഇവൻ വാശി പിടിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭയങ്കര വാശിയാണ്. ഇവന് കിടന്ന് മറിഞ്ഞ് കുഴഞ്ഞ് വീടൊക്കെ ചെയ്യും. സാധാരണ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ നല്ല കുട്ടിയായിട്ട് തെളിഞ്ഞെണീറ്റതാണ്. ആ പാലെടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ബാഗോ ഏട്ടൻ്റെ ബാഗിൽ പാലെടുത്തു.
എൻ്റെ കയ്യിലായിരുന്നില്ല ഫോൺ. ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ട് കൊടുക്കായിരുന്നു. കാരണം ഇവൻ ഇത്ര നല്ല കുട്ടിയായിരിക്കുന്നുണ്ട്. അപ്പം ഞാനും ഞെട്ടി. അപ്പോൾ വേഗം കഴിയണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ചിത്തോട്ടിൻ്റെ കയ്യിലായിട്ട് ഫോൺ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്താണെങ്കിൽ കാശിക്കുട്ടൻ ഒരേ ലഹലയാണ്, സമ്മതിക്കാണ്ട് ഭയങ്കര വാശിയിലാണ് അവൻ. ഇവിടെ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അല്ലുക്കുട്ടൻ്റെ കഴിയാറായിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്ന് തന്നു. ദൈവമേ, ഞാൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരിക്കലും മുറിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ 1-2 സ്ഥലത്തൊക്കെ മുറിഞ്ഞിട്ടോ. കാരണം ഇവർ പിള്ളേരല്ലേ, തല തെറ്റിക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു കോറലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്, കൂടുതൽ ലഹളൊന്നുമില്ലാക്കണ്ട്. അപ്പുറത്താണെങ്കിൽ കാശിക്കുട്ടൻ കിടന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഞ്ചു സമാധാനിപ്പിക്കുന്നുണ്ട്, അതേപോലെ അമ്മമാരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഞാനിങ്ങനെ പാട്ട് പാടിയിട്ട് ഒരു ലെവലിൽ ഞാൻ നിർത്തിയിരിക്കുകയായിരുന്നു. താങ്ക് യു. കാശിക്കുട്ടന് ഇതേപോലെ തലൊക്കെ തെറ്റിച്ചിട്ട് മൂപ്പര ചെറിയതായിട്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു മുടി പഠിക്കുന്നതിന്. തോന്നണം ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തി പിടിക്കില്ലേ തല ഇവർ ഫോഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നുണ്ട്. അവന് ഭയങ്കര സങ്കടം. അല്ലെങ്കിൽ അവൻ ഇതിനൊക്കെ ഇരുന്ന് കൊടുക്കുന്നതാണ് സാധാരണയായിട്ട്. അങ്ങനെ അല്ലുവിൻ്റെയും ഇതേപോലെ തന്നെ കാശിനെയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ ഐനൂസ്. അല്ലു ഉറങ്ങിയിട്ട് എണീറ്റുകൊണ്ട് സീനില്ലാത്തത് കണ്ടിട്ട് അമ്മ ഐനുവിനെ ഉറക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇളിച്ചാനും ചെറുതായിട്ട് പാട്ട് പാടാണ്. കാരണം ഇവൻ ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്ന് തരുമല്ലോ വിചാരിച്ചിട്ട് അതിനെ ഉറക്കാണ്. മുട്ടി എവിടെ പോയടാ? എവിടെ പോയി മുട്ടി? പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി. അതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഉറങ്ങുമ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ തലയിട്ടനക്കി, പിന്നെ കരഞ്ഞ്, പിന്നെ ചുമച്ച്, പിന്നെ ഫോണൊന്നും കൊടുത്തിട്ടൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇങ്ങനെ അനങ്ങിയൊക്കെ ആയിട്ട് മുമ്പിൽ കുറേ സ്ഥലത്ത് പൊട്ടിയിരുന്നു. അതിൻ്റെ വേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ട് അപ്പോൾ ചേച്ചിമാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അവർ അവിടുന്ന് മറ്റേ ചന്ദനോ അങ്ങനത്തെ എന്തൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. ഒരു തലയിൽ തേച്ചിട്ട് വേണം പഴനിലേക്ക് കയറ്റാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ്റെ അത് ചാലിക്കാണ് തല നിറച്ച് അങ്ങനെ പരട്ടെണ്ണെന്ന് പൂശണം എന്ന് പറയുന്നു. അച്ഛനപ്പോൾ അതേ കുറച്ച് ശേഷി എടുത്തിട്ട് ഇവർ തലയിൽ അത്ര വലിയ കട്ടിക്കല്ലാണ്ട് എന്നാലും തല ഫുള്ളായിട്ട് തേക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നനച്ചിട്ട് പോവാണ്. ആദ്യം തന്നെ നമ്മൾ കാശിയുടെ അടുത്ത് പോകട്ടെ. കാശിനാണ് ഭയങ്കര ചേഞ്ച്. കാരണം കാശിക്ക് ഒരുപാട് മുടിയുള്ളതുകൊണ്ട് തന്നെ കാശിയുടെ മുടി പോയപ്പോൾ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട് കാശിയുടെ ഫേസ് കാണാനായിട്ട്. കാശിയുടെ തല ബാക്കിലേക്കാണുള്ളത് കേട്ടോ. പക്ഷെ നമ്മുടെ അല്ലുവിൻ്റെ അനുവിനും തല മുകളിലേക്കിനുള്ളത് ഇങ്ങനെ 2 ഭാഗത്തേക്കായിട്ടാണ് ഉള്ളത്. കാശിയുടെ തല ബാക്കിലേക്കായിട്ട് ഉരുളൻ തലയാണ്. അപ്പോൾ അത് അച്ചാച്ചൻ തേച്ചു കൊടുക്കുകയാണ് ചന്ദനം.
അവിടെ ലൈറ്റ് അടിക്കണം. പഴനിയപ്പ പഴനിയപ്പ തമിഴ്വേഷം പഴനിയപ്പ അപ്പ ബാബാ ചവര അത്ര വെള്ളം കുറവുണ്ട് ചൈന. ബാക്കിൽ പറ്റാണ്ട് നമുക്ക് അതിന് കൂട്ടിന്റെ പറ്റാട്ടാ. ആവശ്യമില്ല വെള്ളത്തിലാക്കണമെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാം നോക്കിയേ അപ്പൊ ഞങ്ങൾ എല്ലാവരും മുരുകനെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. അപ്പൊ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, അപ്പൊ ഫോൺ ഇവിടെ വെച്ച് പോവാണ്. അപ്പൊ എല്ലാവരും സെറ്റാണ്. ഐസിന്റെ ട്രൗസർ ഇടിപ്പിച്ചിട്ടില്ലല്ലേ ചെയ്യും. അത് അപ്പളേക്ക് ഉറങ്ങി, അവൻ ചെറിയ കുഞ്ഞു വാശിനാണ്. അവനെ കുറെ നേരത്തെ മുന്നേ എണീറ്റ്, ഇവരൊക്കെ ഉറങ്ങണ സമയത്ത് അവനെ എണീറ്റ് കുത്തിരിക്കുകയായിരുന്നു. അപ്പൊ അവനിപ്പോ ഉറങ്ങി, അവൻ ഫുഡൊന്നും കഴിച്ചില്ല. ഇച്ചിരിക്കോളം പാലേ കുടിച്ചിട്ടുള്ളൂ. കാശിയും അല്ലും കുറച്ചു സിറലാക്കൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. മുട്ടകൾ, പലതരം മുട്ടകൾ പുറത്തിറങ്ങി എടുക്കുന്ന സാധനങ്ങളൊക്കെ ആ റൂമിലേക്ക് സാധനങ്ങളൊക്കെ വയ്ക്കും. ഇവിടെ അങ്ങോട്ട് മാറ്റണേക്ക് എളുപ്പം, ഇവിടെ അങ്ങോട്ട് മാറ്റണേക്ക് എളുപ്പം. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ദേ പഴനിമലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അവശക്കോശയെ വന്നിരിക്കുകയാണ്. ശരിക്കും ക്ഷീണിച്ചു പോയി. പിന്നെ അവിടെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഫോൺ കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. അപ്പം അതേ വന്നിട്ട് പിള്ളേർക്ക് സിർലാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കൊടുത്തു, കുറച്ച് കഴിച്ചുള്ളൂ. എന്നാലും ക്ഷീണമായി എല്ലാവർക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പോയി വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പോണത്, അതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവമായിരുന്നു. പിള്ളേരൊക്കെ ആകെ ക്ഷീണമായിട്ടുണ്ട്. എല്ലാവരെയും മുട്ടകൾ ഇങ്ങനെ വെട്ടി തിളങ്ങിയിട്ടുണ്ട് വെയിലത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും കയറുന്നുണ്ടോ സമയങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഇവിടെ ആദ്യം ഇറങ്ങട്ടെ. നമ്മളവിടെ നിന്ന് ഭക്ഷണം കഴിച്ചും അതേപോലെ തന്നെ നമ്മളെ ഭക്ഷണം കഴിച്ചിട്ടാണ് പിള്ളേർ കൊടുത്തത്. ഒരു സമയമായിട്ട് അപ്പോഴേക്കും പിള്ളേരൊക്കെ ആകെ വിശന്നു വലഞ്ഞു. നമ്മളാണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ബാഗ് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മളത് അറിഞ്ഞിരുന്നില്ല. അവരുടെ പിള്ളേരുടെ ഒരു ബാഗ് ഞാൻ പാലൊരു ബോട്ടിലെടുത്ത് കലക്കി പിടിച്ചുള്ളൂ. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയൊക്കെ ആയപ്പോഴേക്കും പിള്ളേർക്ക് വിശന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് പാർസൽ വാങ്ങി കൊടുക്കുക ചെയ്തത്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കയറി വന്ന് ഒരു സ്ഥലത്തെപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കട നോക്കി നിർത്തിയിട്ടുണ്ട് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി കയറി. അപ്പോൾ ഒരു അടിച്ചുപൊളി പാട്ടൊക്കെ വയ്ക്കാൻ പറഞ്ഞു. ഞാൻ പോയപ്പോൾ ഭയങ്കര ഭക്തിഗാനമായിട്ടായിരുന്നു പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ട്രാക്ക് മാറ്റി വേറെ ഏതെങ്കിലും പാട്ട് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കാണ്. അഞ്ചു ചേച്ചിയും നല്ല ഉറക്കാണ്. ഈ വീഡിയോ കാണുമ്പോൾ എന്നെ തല്ലിക്കൊല്ലുന്നതാണ്.
അവൾ നല്ല ഉറക്കാണ്. ഞാൻ മാത്രമാണ് ഉറങ്ങാണ്ട് കുത്തിയിരിക്കുന്നത്. പിള്ളേർ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോണ വഴിക്ക് പാലക്കാടുള്ള പുതിയതായി തുടങ്ങിയിട്ടുള്ള മറ്റേ ലുലു മാളിലേക്ക് നമ്മൾ കയറിയിട്ടാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ ആ വഴി പോണതല്ലേ, അപ്പൊ ഒന്ന് കണ്ടിരിക്കാലോ. അപ്പൊ അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്, അതായത് ഒരു സൂചിട്ടാ താഴാത്ത തിരക്കാണ്. കാരണം പുതുതായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് എല്ലാവരും ഉണ്ട്. പിന്നെ വലിയ മാളും അല്ലേ, പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സംഭവങ്ങളൊക്കെ വരല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുണ്ട്. അപ്പൊ പാർക്കിംഗ് ചെയ്യാൻ തന്നെ സ്ഥലമില്ല. എന്നാലും പിന്നെ നമ്മൾ മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എല്ലാവരായിട്ട് ഇങ്ങനൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ വെച്ച് നമ്മളവിടെ കയറിയതാണ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലായിട്ടാണ് കയറിയത്. അവിടെ കയറിയപ്പോഴാണെങ്കിൽ ഏറ്റവും വലിയ തിരക്ക് അതിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ മഹാജനസമുദ്രമാണ്, ഒന്നും പറയണ്ട. ഒന്നും ഭയങ്കരമായിട്ടൊന്നും കാണാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട്. പിന്നെ നമ്മൾ ഇത്രയും പേരില്ലേ, അപ്പം എല്ലാവരും ഒന്ന് മാനേജ് ചെയ്തൊക്കെ നമ്മളൊന്ന് കയറി കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും എസ്കലേറ്ററിൽ ഇറക്കാട്ടോ. കൊച്ചായിക്കൊന്നും ഈ പറയുമ്പോൾ കുറച്ച് പേടിയായിരുന്നു. കൊച്ചായിക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് എപ്പോഴും പേടി. അപ്പം അവരൊക്കെ ഇത് ഇറക്കാണ്. എനിക്ക് അമ്മക്ക് സിമ്പിളായിട്ട് ഇതിൽ ഇറങ്ങി പോകുന്നത്. എനിക്ക് എപ്പോഴും പേടിയാണ് കേട്ടോ. എനിക്ക് ഈ എസ്കലേറ്ററിലല്ല, സ്ലോപ്പ് പോലത്തെ എസ്കലേറ്ററിൽ കയറാനാണ് പേടി. പിന്നെ നമ്മൾ വരുന്ന വഴി നമ്മൾ ജയിലർ ഫിലിം വെച്ചു. പിന്നെ എന്തുട്ടാ, പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കുകയാണ് നമ്മൾ. തൃശ്ശൂർ ഗുരുവായൂർ ഇവിടെ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് നമ്മളൊരു ഹോട്ടലിലൊക്കെ നോക്കി എല്ലാവരും ഇറക്കാണ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ പോകാൻ വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി ഉണ്ടാക്കി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പിള്ളേർക്കായാലും എന്തെങ്കിലും കൊടുക്കാമല്ലോ. അതിനും കാശി ഉറങ്ങാണ്. അപ്പം അല്ലുനായിട്ട് എന്തെങ്കിലും കൊടുക്കണം, നമ്മൾ കഴിക്കണേന്ന് തന്നെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. പേര് അപ്പോൾ ഗൈസ്, നമ്മൾ പഴനിക്ക് പോയ വിശേഷങ്ങൾ കണ്ടല്ലോ. ഇതായിരുന്നു നമ്മൾ പഴനിക്ക് പോയ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഒരു മുട്ട അടിക്കുക, പിന്നെ മുരുകനെ കാണുക. അപ്പോൾ അതെന്തായാലും സാധിച്ചു. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ നടന്നു. ഭയങ്കര സമാധാനം. കാരണം കുറേ നാളായി വിചാരിക്കുന്നത്, കാരണം ഇവർ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് കാശിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കാശിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കാരണം വേഗം തന്നെ പോയിട്ട് വഴിപാട് നടത്താൻ വിചാരിച്ചു. പിന്നെ പാറുവിൻ്റെ മുടി കൊണ്ടിടാനുണ്ടായിരുന്നു. ആ സമയത്ത് കൊറോണ അങ്ങനെ എന്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു, ഇവരായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇതേപോലെ അടുത്തൊരു ട്രിപ്പ് വേറെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് നമുക്ക് അതായത് ബാക്കിലെ ഈശ്വര പേടി എനിക്ക് വാഴനല്ലേ, അപ്പോൾ പോകാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.